Please like and subscribe. Malaysia video this is the first one, right? Which one first or second? Freedom Square. Kolam. Porsche. Tower. Oh, the fruit on durian. The Atamutina Tipurigan. The statue in the Guha cave temple. Beautiful. Buddha വലിയൊരു സ്റ്റാച്ചു ഒരു മാളിൻ്റെ ഉൾഭാഗമാണത്. മെയിൻ ടൗണിലേക്ക് വന്നേക്കാണ്. ഇന്നത്തെ ടോസ്റ്റും റൈസും മേടിച്ചത് ഒരു ബേബി ഒക്ടോപ്പസ് സൂപ്പ് നൂഡിലാണ്. സ്ക്വയർ പഠിക്കുന്നത് നമ്മുടെ ലോക്കൽ വൈക്കിങ്സിൻ്റെ ആക്സും. തിരിച്ച് കോലാലംപൂർ എയർപോർട്ടിലെത്തി. എയർപോർട്ട് നമ്മൾ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ നമുക്കിനി കോലാലംപൂർ എത്തിയിട്ട് കാണാം. ടേക്ക് ഓഫ് ചെയ്യാൻ പോകണം. ലങ്കാവി ടു മലേഷ്യ ടേക്ക് ഓഫ്. അപ്പോൾ മലേഷ്യയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോലാലംപൂർ നമ്മൾ ഇന്നലെ ലങ്കാവി ആയിരുന്നു. പിന്നെ നമ്മൾ മലേഷ്യയുടെ ക്യാപിറ്റലാണ് കോലാലംപൂർ. അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് വന്നിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ മലേഷ്യൻ കിങ്സ് പാലസ് ആണ്. അപ്പോൾ നമുക്കിത് കണ്ടുകൊണ്ട് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ടൗണിൽ കൂടെ സിറ്റി ടൂർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാണ് എല്ലാ തരത്തിലുള്ള കാറുകളും നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു വിൻറ്റേജ് കാർ കേട്ടോ. Second tallest building in the world. Second tallest building. After Burj Khalifa, this is the second one. Burj Khalifa is the first one, right? Burj one first or second? This is second. Oh, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ടവറാണ്. മലേഷ്യൻ കോർട്ടാണ് അത്. നമ്മുടെ ഹൈക്കോടതി സുപ്രീം കോടതി KTM പഴയ കോർട്ട്. KTM Berhad. This is used to be court, now it's a KTM court restaurant. Underground traveling. താഴ്ത്തി കൂടെ പോകാൻ, അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ അണ്ടർഗ്രൗണ്ട് വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീഡം സ്ക്വയറിലെത്തിയിട്ടുണ്ട്. ഇതിന് 2 ദിവസം കഴിഞ്ഞ് ഇവർക്ക് ഇതാണ് നാഷണൽ ഡേ ആണ്, ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ കാണാം. സൺഡേ ഇവിടെ പബ്ലിക് ഹോളിഡേ, മൺഡേ ഇവിടെ പബ്ലിക് ഹോളിഡേ ആണ്. 1957 മലേഷ്യക്ക് ബ്രിട്ടൻ്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത്. 1947 ഇന്ത്യക്ക് എല്ലാ 10 കൊല്ലം കൂടുമ്പോഴാണെന്നുകൊണ്ട് ബ്രിട്ടീഷുകാർ ആ സമയത്ത് സ്വാതന്ത്ര്യം കൊടുത്തോണ്ട് സാർ കുറേ ഉണ്ടായിരുന്നല്ലോ കൊടുക്കാൻ. ഓക്കെ, എന്താ ബിൽഡിങ്ങുകളുടെ വലിപ്പം ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ നടക്കണം നമുക്ക്. ഫ്രീഡം സ്ക്വയർ കൊള്ളാം. ഞാനിവിടെ ശ്രദ്ധിച്ചത് അങ്ങനെ കാറുകളാണ്, എല്ലാ അടിപൊളി കാറുകളാണ്. ചെറുവക കാറുകളുണ്ട്, എന്നാലും കൂടുതലും നമ്മുടെ വെൽഫെയറൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇവിടെ എന്താ പറയുക കോമൺ കാറാണ്. ഇതൊന്ന് ഈ മുതലൊന്ന് കണ്ടോക്കിയൊക്കെ പോർഷെ.
സന്തോഷം. D85 നിലത്തിരുന്നിട്ട് ഓടിക്കണം തോന്നുന്നില്ല അത്രയ്ക്ക്. ഓ എന്തായാലും സെറ്റായിരുന്നു. അത് ഹോണ്ടയുടെ വേറെ എതിര് കാറ്, ഇത് ബെൻസ്, ലെക്സസ്, ഇത് മിത്സുബിഷിയുടെ ഒരു സാധനം. നമ്മുടെ നാട്ടിലൊരു മോഡൽ ഈ ഒരു ഷേപ്പ് നമ്മളധികം കണ്ടിട്ടുള്ളത് ചെറിയൊരു ടോയ് കാറിൻ്റെ ഷേപ്പുള്ളത് ഹോണ്ടയുടെ തന്നെയാണ്. നമ്മുടെ നാട്ടിലധികം ഇല്ല ഇത്. സൈക്കിൾ തന്നെയാണ് വണ്ടി. എൻ ബോക്സ് എന്നാണ് എൻ്റെ പേര്. ബോക്സ് എൻ ബോക്സ്. ചെറിയൊരു മിനി കൂപ്പർ. സന്തോഷ് ജോർജ് പറഞ്ഞ പോലെ ചുറ്റും അമ്പരചുംബികളായ കെട്ടിടങ്ങൾ. നമ്മളിത് ടിൻ ടവറിൻ്റെ അവിടെ എത്തി. ഇതാണ് മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടിൻ ടവർ. കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കൊരു ബാംഗ്ലൂർ ഹൈടെക് സിറ്റി. ഫുൾ ട്രാഫിക്, ഫുൾ ബഹളം, ഫുൾ ആൾക്കാർ. ശ്രദ്ധിക്കാതെ നമ്മൾ മറ്റേ ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണില്ലേ, അതേപോലെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാം ടിൻ ടവർ. വാവ്, ഇതൊരു ഗാംഭീര്യം നോക്കിയേ. ഇതാണ് ഫേമസ് ആയിട്ടുള്ള ടിൻ ടവർ. ഫുൾ ടവറുകൾ തന്നെയുള്ളൂ. ഇത് രണ്ടെണ്ണം പാലുള്ള ഇതിൽ ടിൻ ടവർ എന്ന് വിളിക്കുന്നു. ഫുൾ ബിൽഡിങ്ങുകളും തിരക്കും ബഹളും. KL ടവർ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ആ കാണുന്ന ടവർ കണ്ട, അതാണ് നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ഏറ്റവും ഹൈറ്റ് കൂടിയ ടവർ, സെക്കൻഡ് ലാർജസ്റ്റ് ടവർ. ക്ലിയറായിട്ട് ഇടുന്ന കാണാം. ഇതാണ് നമ്മൾ വന്ന ടവർ, സ്കൈ ഡക്ക്. ദിവസം താഴ്ചക്ക് ഇറങ്ങി ക്ലിയറായിട്ട് കിട്ടും. ജാല അള്ളൂർ എന്ന് പറഞ്ഞൊരു ഫുഡ് സ്ട്രീറ്റിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് നമ്മൾ കണ്ടുള്ള ദൂര്യൻ. പക്ഷെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല. സ്മെല്ല് ഭയങ്കര അക്രമ സ്മെല്ലാണ്, ഭയങ്കര സ്റ്റിങ്കി സ്മെല്ലാണ്. പക്ഷെ ഇത് ഇവരുടെ നാഷണൽ ഫ്രൂട്ടാണ് ദൂര്യൻ. സ്മെല്ല് നമുക്ക് തീരെ പിടിക്കില്ല. ഇവിടെ നിങ്ങളുടെ ഫുള്ള് ഒരു ഫുഡ് സ്ട്രീറ്റുകളാണ്. ഒരു ഹണി ചിക്കൻ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട്. ഡഗുവിന് ഇഷ്ടപ്പെട്ട ഹണി ചിക്കൻ കഴിക്കേ. ഫുൾ ലാമ്പ് ഇത് ആട്ടുംകുട്ടീനെ നിർത്തിപ്പോയിരിക്കുന്നു. ഇതൊരു വെറൈറ്റീസ് ഉണ്ട്. മധുരം ഇതെങ്ങനെ എടുക്ക അങ്ങനെ കഴിക്കണം. അത് കഴിക്കാം. മസാല കിട്ടിയില്ലേ? കുറച്ച് മസാല എടുത്തു. ഇത് വേണോ? ഇത് മറ്റേ സാധനം ചെമ്മീൻ പോലെ സാധനാ. ചെമ്മീൻ ക്രേ ഫിഷ്
ആ ക്രാഫിഷ് ചെമ്മീനല്ല അത്. പോട്ട്, സീ ഫുഡ് പോട്ട് കഴിക്കാൻ പോകും. ഇപ്പോൾ നമ്മൾ കോലാലംപൂർ സെക്കൻഡ് ഡേ ടൂറ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. കയറി ഇറങ്ങിയിട്ട് വരാം. അടിപൊളിയല്ലേ? ഇനിയുള്ളതാണ് പ്രശ്നം. കണ്ടാ സ്റ്റെപ്പുകൾ കാണുന്നുണ്ടോ? കയറിയിട്ട് മുകളിൽ എല്ലാ സ്റ്റെപ്പിന് കളർ കൊടുക്കുന്നു, പച്ച ചുവപ്പ്. നമ്മൾ മുകളിൽ വരെ കയറിയെത്തി. കാണുന്നുണ്ടോ? 200 സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. നമ്മളത് പിന്നെ കയറി ഇത് വരുന്നു. ഇവിടെ ഫോട്ടോ കാണുന്നുണ്ടോ? അവിടെ ഇടയ്ക്കൽ കേസൊക്കെ അല്ലേ, അതുപോലെ ഗുഹ നോക്കി ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ ഈ സ്റ്റെപ്പുകളുണ്ട്. ഫുൾ ഗുഹ കണ്ടോ? അതിൻ്റെ ഗുഹ കേവ് ടെമ്പിൾ. സ്റ്റെപ്പ് കൂടി കയറാണ്ട് മുകളിലേക്ക്. ഈ സ്റ്റെപ്പ് കയറാല്ല. നോളെത്തി നിങ്ങളുടെ ഇവിടെ ഓപ്പൺ ആണ് കേവ്. ഓക്കെ. ആ അവിടെ ഗുണ കേവ്സൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു വേറെ എക്സ്റ്റെൻഡ് വേർഷൻ എന്താണെന്നൊക്കെ കേവിൻ്റെ ഒരു ഭംഗി. കുരങ്ങന്മാർ ഇഷ്ടം പോലെയുണ്ട്. കുരങ്ങന്മാരെ കരളിയാണ്. കണ്ടപ്പോൾ നല്ലൊരു വ്യൂ കിട്ടപ്പെടുത്തതാ. സിറ്റിയുടെ ഫുള്ള് ഒരു വ്യൂ കണ്ട. മുരുകൻ്റെ ടെമ്പിള് ഒന്നുകൂടി നമുക്ക് മുരുകനോട് ബൈ പറഞ്ഞിട്ട് യാത്രയാവാം. അപ്പോൾ നമ്മൾ മുരുകൻ്റെ അമ്പലത്തിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് ഷൂട്ട് ചെയ്യാം. നമ്മൾ അടുത്ത കോലാലംപൂരിൽ വന്നിട്ട് പുതിയൊരു കേബിൾ കാറിൽ പോകാം. റെയിൻ ഫോറസ്റ്റ് ആണ് സൈഡിൽ. മലേഷ്യൻ റെയിൻ ഫോറസ്റ്റ്. അടുത്ത ഇതിൽ പോയിക്കൊണ്ടിരിക്കും. ക്യാബിൽ പക്ഷെ നമ്മുടെ പരിചയമില്ലാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. എല്ലാവരും ഒന്ന് നോക്കി. ചൈനീസ് ടെമ്പിളിലേക്ക് എത്തിക്കുകയാണ്. ഈ സ്കൈ വാക്കിൽ വന്നിട്ട് ഒരു ഫ്ലോറിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ചൈനീസ് ടെമ്പിൾ ഉണ്ട്. ഇത് കണ്ട അതപ്പോൾ കേബിൾ കാർ വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. ഫുള്ള് ഡെപ്ത്. അതൊക്കെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലകളുണ്ടോ? ഫുള്ള് മലകൾ. ഇതാണ് ഇതിൻ്റെ ഒരു മിനിയേച്ചർ, ഇതിൻ്റെ ഒരു മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചൈന ബോർഡർ, ചൈനയിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി. കോലാലംപൂർ തന്നെയാണ്. നമ്മൾ കോലാലംപൂർ സെക്കൻഡ് ഡേ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലത്തെ ഒരു സംഭവമാണ് സ്കൈ കേബിളിൽ വന്നിട്ട് ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യൽ, മൗണ്ടൻസ് എക്സ്പ്ലോർ ചെയ്യൽ. അപ്പോൾ അതിലൊരു അമ്പലം, ഇതിന് മുകളിലൊരു ഇതും കൂടി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരു സ്റ്റെപ്പിൽ വന്നിട്ട് അവിടെ എന്താ പറയുക, ഫുഡിൻ്റെ സ്റ്റോളുകൾ, അത് അങ്ങനത്തെ പരിപാടികളൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് 4 മണി 4:30 വരെ ഇവിടെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഫുള്ള് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. വ്യൂസാണ്. കേവ്സ്, ഇത് ആർട്ടിഫിഷ്യൽ കേവ്സ് ഉണ്ടോ? ഇതെങ്ങടാ? ഓക്കെ. ഇത് അവിടെ നിന്ന് പോയിട്ട് നമ്മൾ നേരെ നടക്കുന്ന വരെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടാക്കി വെച്ചേക്കും.
അടിപൊളി. ചൈനീസ് ഇവിടെ സ്റ്റാച്ചു അമ്പലം പരിപാടിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ അവിടെ കൂർഗിലക്കൾ ഗോൾഡൻ ടെമ്പിളില്ലേ, ബുദ്ധൻ്റെ ചൈനീസാണ് ടെമ്പിൾ. ഹുയാൻസാങ് തോന്നുന്നു ജോഗ്രഫി അതിൻ്റെ ഹിസ്റ്ററിയുടെ ബുക്കിൽ ഹുയാൻസാങ്ങിൻ്റെ ഫോട്ടോ അതുപോലെയായിരുന്നു. ഫുള്ള് ചൈനീസ് ലൈറ്റുകൾ ഇടാനുള്ള. ബുദ്ധൻ്റെ വലിയൊരു സ്റ്റാച്ചു. നമ്മൾ ഈ സ്കൈ ഡൈവിങ് ഇറങ്ങി വന്നിട്ട് അവിടെ ഒരു മോള് പോലെ ഒരു സംഭവം, ആ മോള് വാട്ടർ തീം പാർക്കും പരിപാടിയൊക്കെ ആയിട്ടാണ്. മോള് പതിച്ചിലാണ് നമ്മൾ സ്ഥിരം കാണുന്ന മോളുകളാണ്. ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഒരു ആൻറ്റി ഞങ്ങളും അവരൊറ്റയ്ക്ക് വന്ന് ഒരാളുടെ ഫോട്ടോ എടുക്കുന്നു, അടുത്ത ആളുടെ ഫോട്ടോ എടുക്കുന്നു. ആനയുടെ മുകളിൽ ഒരു രാജാക്കന്മാർ വന്ന ഒരു ഇതില്ലേ ആ സാധനം. കണ്ടു കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? വാവ്, വന്നിട്ടുള്ളൊരു മാളിൻ്റെ ഉൾഭാഗമാണത്. ഇവിടെ ഫുള്ള് ടോയ്സ്. നമ്മളത് എറിഞ്ഞ് വീഴ്ത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടോയ് കിട്ടും. ആ പരിപാടി. ഫ്രൂട്ട് സ്റ്റാള്. വാവ്, നമുക്ക് ഓരോ പിള്ളേരെ ഇതാക്കിയിട്ട് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടും. ഫുള്ള് മറ്റേ ടെഡിയിൽ സോഫ്റ്റ് ടോയ്സ് ഇല്ലേ, ഫുള്ള് സോഫ്റ്റ് ടോയ്സാണ്. പിന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് കക്കുണ്ട്. ടോയ്സ് നമ്മൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ. ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇഷ്ടംപോലെ കണ്ട ലൈറ്റുകൾ ഇട്ടിട്ട് ക്രിസ്മസിനൊക്കെ നമ്മൾ ലൈറ്റ് ഇടില്ലേ, അത് ഇതിൻ്റെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വേറെ റേഞ്ചാണ്. പാമ്പിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ, കാണുന്നുണ്ടോ അറിയില്ല, കാണുന്നുണ്ടാവും. ഓ, ഡയമണ്ടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയതാണ്. ഗെൻഡിങ് സീക്രട്ട് ഗാർഡൻ. ഈ മാളിൻ്റെ ഉള്ള സ്ഥലങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ അറിയാം. കുറേ ഷോപ്പിംഗ് പരിപാടികൾ തന്നെയാണ്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഇവിടുത്തെ ഫുള്ള് കോട ഇറങ്ങിയാണ്. മഴയുള്ള ദിവസം കൂടെ കോട. ഇന്നലെ മറ്റേ ടവർ മൂടി നിന്നില്ലേ, ഈ സൈഡിൽ കൂടെ ഉള്ളതൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ചൈന ടൗൺ ഉണ്ടാവും. ഇങ്ങനെ ഡ്രസ്സ് ഉണ്ടാവും. ഇവിടെ ഷോപ്പിങ്, ഫുഡ്, ഇതെല്ലാം പരിപാടി നടക്കും. സാധനം ചിക്കൻ്റെ സാധനം, തായ് മോക്കിൻ്റെ സോസ്. നമ്മൾ ഈ ഒരു പോർക്കിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. ഇത് കാണാൻ കേട്ടോ, ഇത് പോർക്ക്. ഇതൊന്ന് കഴിച്ച് നോക്കാമെന്ന് വെച്ചാൽ നമ്മളൊരു ഡക്ക് റോസ്റ്റും റൈസും മേടിച്ചിട്ട് അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. റൈസ് എടുത്തു, ഒരു ഡക്കിൻ്റെ പീസ് എടുത്തു, അതിങ്ങനെ ഇതിൽ വെച്ച്
ചെറിയൊരു പ്രശ്നമുണ്ടാവും. ഒരു ഫിഷ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ വെച്ച് നമുക്ക് ചെറിയൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ നാളെ ഇൻഡിപെൻഡൻസ് ഡേ കാരണം സൈക്ലിസ്റ്റുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ടാക്സിയാണ് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്ര. ചൈനീസ് മിഷലിൻ സ്റ്റാറുള്ളൊരു ലൈഫ് ഫോങ് എന്ന് പറഞ്ഞൊരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ കുറേ ന്യൂഡിൽസ്, സൂപ്പ്, അങ്ങനെ കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. നമ്മളതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് വന്നതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ ഉൾഭാഗം. ഫുഡ് വന്നിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തുള്ള ഒരു ബേബി ഒക്ടോപ്പസ് സൂപ്പ് ന്യൂഡിലാണ് ഇതൊരു പ്രോൺസ് ന്യൂഡിൽ. ഇതൊരു പ്രോൺസ് ന്യൂഡില്, ഇതൊരു ബേബി ഒക്ടോപ്പസ് ന്യൂഡിൽ. ഒക്ടോപ്പസ് കിടക്കുന്നുണ്ടോ? ടൗണിൽ കൂടെ നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിച്ചു. ചൈന ടൗണൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നൈറ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയത് കോലാലംപൂർ ടൗണിൽ കൂടെ. മെട്രോ ആണല്ലോ. കുറേ സ്നാക്സ്, ചിക്കൻ കടകളൊക്കെ ഉണ്ട്. സെൻട്രൽ ലാസ്റ്റ് ഡേ ആണ് കോലാലംപൂർ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്ത് ലഗേജ് അവിടെ തന്നെ വെച്ചു. അത് കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഫ്ലൈറ്റ്. അപ്പോൾ അതുവരെ ടൈം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെൻട്രൽ മാൾ എന്ന് പറഞ്ഞിട്ട് സെൻട്രൽ സ്ക്വയർ പഠിക്കുന്നത്. അവിടെ ലോക്കൽ ഫുഡ് ഷോപ്സും സോവിനീഴ്സും ഒക്കെ ഉണ്ട്. നല്ല തിരക്കുണ്ട്. പിന്നെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ കാരണം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളവരത് ചെയ്യില്ല. ലോക്കൽ ഫുഡ് മുളം കുറ്റിയിലുള്ള എന്തോ ഒരു കഞ്ഞി പോലത്തെ സാധനമാണ്. തന്നെ നമ്മുടെ ടൂർ എക്സിബിഷൻ പോലെ തന്നെ ഇവിടെ നല്ല ഫാനൊക്കെ ഇട്ട് നല്ല കാറ്റാണ്. ചൂടെടുക്കില്ല. അല്ല കുറച്ച് വലിയ ഫാനൊക്കെ കിട്ടുന്നത്. നമ്മൾ ഈ സെൻട്രൽ മാളിലുള്ള സെൻട്രൽ സ്ക്വയറിൽ ഒരു സെൻട്രൽ മാർക്കറ്റ്, അതിൻ്റെ ഉള്ളിലൊരു കടയിൽ വന്നപ്പോൾ പെട്ടെന്ന് ഇതുപോലത്തെ ഒരു ആക്സും വൈക്കിങ്സിൻ്റെ ആക്സും സ്റ്റോറല്ല, വൈക്കിങ്സിൻ്റെ ആക്സും ഇത് ഇവിടെ കുറേ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അല്ല വേറെ കത്തികൾ എയർപോർട്ടിലേക്ക് സൺഡേ കോലാലംപൂർ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. എയർപോർട്ടിലെത്തി. നമ്മൾ ചെക്ക് ഇൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇമിഗ്രേഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ട് കൂടുതലൊന്നും എയർപോർട്ടിൽ കുറച്ച് വിശേഷങ്ങൾ കൂടി കാണിക്കാം. കോലാലംപൂർ എയർപോർട്ടിൽ ഓക്കെ. കുറച്ചൊന്നും ബാംഗ്ലൂർ എയർപോർട്ട് ഇവിടേക്ക് എത്തിക്കാം. എന്നിട്ട് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു, പ്രൊസീഡിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബോർഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഷോപ്പിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. പക്ഷേ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ ഭയങ്കര വില കൂടുതലായിട്ട് കമ്പയർ ടു നാട്ടിലത്തെ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ബക്കാടി ഇതൊക്കെ നമ്മുടെ സാധനങ്ങൾ. ബക്കാടി ഒക്കെ സാധനങ്ങളാണ്. പിന്നെ ഗ്രേ ഗൂസ്, അബ്സല്യൂട്ട് ലെഗ്സ്, പിന്നെ വില കൂടുതലായിട്ടോ കാണാത്ത സാധനങ്ങളുണ്ട്. അതുപോലെ ഹെൻഡ്രിക്സ് സയൻസ്, ബോംബെ സഫയർ, ഒക്സിലി, എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. ഇല്ലാതെ ഒന്നും ഇല്ല, പക്ഷെ നല്ല വിലയാണെന്ന് മാത്രം. കാണാത്ത സാധനങ്ങളാണ്. ഈ ഡോറി മാലിപ്പൂ ഉണ്ട് കേട്ടോ. മാലിപ്പൂ കൊക്കനട്ട് റം. അപ്പോൾ നമുക്ക് നമ്മുടെ സൈൻ ഓഫ് ഇവിടെ വെച്ചിട്ട് പറയാം. നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഒഫീഷ്യലായിട്ട് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മലേഷ്യൻ ട്രിപ്പ് ഒഫീഷ്യലി സൈൻ ഓഫ് ചെയ്യുന്നു. വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ്.